ഔപചാരികമായിട്ട് പഴയ തലമുറയുടെ വിശ്വാസ ദീപം അടുത്ത തലമുറയ്ക്ക് കൊടുക്കേണ്ട, അവരുടെ ആ കാലഘട്ടത്തിന് ശേഷം കൊടുക്കേണ്ട ഈ വേദോപദേശ കേന്ദ്രം ഉദ്ഘാടനം ചെയ്യുകയാണ്. പുതിയ തലമുറയ്ക്ക് വിട്ടുകൊടുക്കുകയാണ്. ഏറ്റവും പ്രായം ചെന്ന വ്യക്തി പുതിയ തലമുറയ്ക്കായിട്ട് നമ്മുടെ വേദോപദേശ കേന്ദ്രം ഇപ്പോൾ നാട തുറച്ച് ഉദ്ഘാടനം ചെയ്യും. കൈയടിച്ചോ. പ്രേക്ഷിത ആരാമം. പ്രേക്ഷിത ആരാമം എന്ന് പറഞ്ഞാൽ പ്രേക്ഷിതർ ഒരുമിച്ച് കൂടുന്ന ആരാമം എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്നാ? പൂന്തോട്ടം. പൂന്തോട്ടത്തിലെ പോലെ പിള്ളേർക്ക് പ്രവർത്തിക്കുവാനും ചിരിക്കാനും കളിക്കാനുമുള്ള സ്ഥലം നമുക്കുള്ളത് കൊടുക്കുകയാണ്. അതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് നമ്മുടെ സീനിയർ അധ്യാപകനായ 53 വർഷം ആയിട്ടുള്ള ആളും മിഷൻ ലീഗിനോട് ഈ കാലഘട്ടങ്ങളിലൊക്കെ ഒരുമിച്ച് നിന്നയാളുമായ അപ്പച്ചായിയാണ്. അപ്പച്ചായി അതിനുവേണ്ടി ക്ഷണിക്കുന്നു. അപ്പച്ചായി ഈശോയിൽ ഞാൻ വിശ്വസിക്കുന്നു. എന്റെ ജീവിതത്തിന് ദാനമായി എനിക്ക് കിട്ടിയ ഈ വിശ്വാസം എന്റെ ജീവൻ ബലി കഴിച്ചും ഞാൻ സംരക്ഷിക്കും. വിശുദ്ധ ഔസേപ്പിയായെയും വേദപാഠശാലയുടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നമ്മളിപ്പോൾ ഇവിടെ ഒന്നുചേർന്നിരിക്കുകയാണ്. ഒറ്റ വാചകത്തിലെ ഇവരെ സ്വാഗതം ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ബഹുമാനപ്പെട്ട ഡയറക്ടർ, ഇവിടെ മുൻകാല അധ്യാപകരായി ഇവിടെ ക്ഷണം ചെയ്തിരിക്കുന്ന ബാബച്ചായ, പുന്നപ്പഞ്ചായന്, ബഹുമാനപ്പെട്ട കുഞ്ഞുമോനെ, എല്ലാവരെയും
മറ്റേ മുൻകാല അധ്യാപകരായി ഇവിടെ എത്തിയിരിക്കുന്ന ആരെങ്കിലുണ്ടെങ്കിൽ അവർ മുന്നോട്ട് കടന്നു വന്നിരിക്കണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുകയാണ്. പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, ഒരു ഇടവകയുടെ ജീവനാണ് ദേവാലയം. ആ അടിസ്ഥാനം ദേവാലയമാണെങ്കിൽ തന്നെ ആ ദേവാലയത്തെ പോലും പരിശുദ്ധിയിലും ബലവത്തായി നിർത്തുന്നത് വിശ്വാസ പരിശീലന പ്രവർത്തനങ്ങളാണ്. പ്രവർത്തിച്ച ഈ അന്യ വ്യക്തികളെ എല്ലാം ഇപ്പോൾ അനുസ്മരിക്കുകയും അവർക്ക് വേണ്ടി ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുകയും ഈ പുതിയ ആസ്ഥാനം ഉണ്ടായിരുന്ന സമയത്ത് അവർക്ക് വേണ്ടി എല്ലാ നന്മകളും ആശംസിക്കുകയും അതുപോലെ തന്നെ ഈ കാലഘട്ടത്തിൽ ഇവിടെ വിശ്വാസ പരിശീലനത്തിൽ പ്രവർത്തിച്ച എല്ലാവരും ഇപ്പോൾ ഒത്തിരി പേര് സ്ഥലത്തില്ല, ഉള്ളവർക്ക് വളരെ ഒത്തിരി പേര് ദൂരമൊക്കെയാണ്, ഇതെത്തിട്ട് വരാൻ കഴിയാത്തവരുണ്ട്. അവരെല്ലാവരെയും ഇപ്പോൾ അനുസ്മരിക്കുകയും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയും ആശംസകൾ നേരുകയും അവർക്ക് നന്മകളുണ്ടാകും. മതബോധനത്തിന് ചങ്ങനാശ്ശേരി രൂപതയിലെ ആദ്യകാല മാർഗദർശികളായ ചാൾസ് ലെവിൻ, മാത്യു മാക്കിൽ, മാർ തോമസ് കുരിയാളശ്ശേരി, വഴിയിലൊക്കെ പോയി വന്നിട്ട് ഇവിടെ ഇടാതെ അതിനെ ശേഷമാണ് ഞങ്ങളെയൊക്കെ വളരെ ആശങ്കയിലും സൺഡേ സ്കൂളിന്റെ ചുമതലയേൽപ്പിച്ചു. അതിനെ പഴയ പുസ്തകത്തില് ഞങ്ങൾ രണ്ട് പരീക്ഷയുള്ളൂ. അവസാനത്തെ പരീക്ഷ ഇനിയൊരു അവസരമില്ലാത്തതുകൊണ്ട് അച്ഛന് ഒരു നന്ദി പറയുവാനാണ് ഞാനിവിടെ നിൽക്കുന്നത്. നമ്മുടെ എല്ലാവരുടെയും ഭാവനയെ അതിലംഘിക്കുന്ന രീതിയിൽ ആരുടെയും ചിന്തകൾ വരാതെ ഇരിക്കുമ്പോഴും ദൈവികമായ പ്രചോദനമനുസരിച്ച് ഒരു പ്രവാചക ദൗത്യം പോലെ ഈ സൺഡേ സ്കൂൾ കെട്ടിടം ഏകദേശം 2 മാസം കൊണ്ട് ആരുടെ ചിന്തകളിലും ഭാവനയും ഇല്ലാത്ത രീതിയിൽ ഇവിടെ ഉണ്ടാക്കാൻ മുൻകൈ എടുത്തത് ബഹുമാനപ്പെട്ട വികാരിയച്ഛനാണ്. ഒരുപാട് പ്രതികൂല സാഹചര്യങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ ഉണ്ടായിരുന്നിട്ടും അതിനെ എല്ലാം ധീരമായി തരണം ചെയ്തുകൊണ്ട് ദൈവത്തിന്റെ പ്രത്യേകമായ ഒരു അനുഗ്രഹം എന്ന നിലയിൽ ഈ സൺഡേ സ്കൂൾ സൺഡേ സ്കൂൾ കെട്ടിടം അച്ഛനിലൂടെ നമുക്ക് ദൈവം നൽകിയായിരുന്നു. അപ്പോൾ ഈ അച്ഛനെ എത്ര നന്ദി പറഞ്ഞാലും എന്നെ മതിയാവുകയില്ല. നമ്മുടെ ഇടവക്കാർ മുഴുവനും ഈ കാര്യത്തിൽ അച്ഛനോട് നന്ദി പറയാൻ കടപ്പെട്ടവരാണ്. അതുകൊണ്ട് ഈ ഇത്ര പെട്ടെന്ന് അത് ദൈവത്തിന്റെ ആ ഇഷ്ടത്തിനനുസരിച്ച് ഏറ്റവും പ്രതികൂലമായ സാഹചര്യങ്ങളിൽ പോലും ഏറ്റവും നന്നായി ഇതുപോലെ ഒരു സൺഡേ സ്കൂളിൽ ഒരു ആസ്ഥാനം ഉണ്ടാക്കിയ ബഹുമാനപ്പെട്ട വികാരി അച്ഛനെ, ഡയറക്ടർ അച്ഛനെ, എല്ലാ ഇടവകളിലുള്ള എല്ലാവരുടെയും പേരിൽ, പ്രത്യേകിച്ച് സൺഡേ സ്കൂൾ അധ്യാപകരുടെയും കുഞ്ഞുങ്ങളുടെയും പേരിൽ ഞാൻ പ്രത്യേകമായിട്ട് നന്ദി രേഖപ്പെടുത്തുകയാണ്. ബഹുമാനപ്പെട്ട വികാരിയച്ഛ, വേദിയിലെ വിശിഷ്ടാതിഥികളെ, മാതാപിതാക്കളെ, പ്രിയ കൂട്ടുകാരെ, ഞാൻ ഇവിടെ നിൽക്കുന്നത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും നന്ദി അർപ്പിക്കുക എന്ന കർത്തവ്യത്തോടു കൂടിയാണ്. ആദ്യമായി തന്നെ നമുക്ക് ഇങ്ങനെ സ്ഥാപനം ഉണ്ടാക്കി തന്ന സർവശക്തനായ ദൈവത്തിന് നിങ്ങൾ ഓരോരുത്തരുടെയും പേരിൽ ഞാൻ നന്ദി അർപ്പിക്കുന്നു. അതിനുശേഷം ദൈവത്തിനും നമുക്കുമിടയിലായി മധ്യസ്ഥനായി നിന്ന ഇതിന്റെ പ്രവർത്തനങ്ങൾക്ക് അക്ഷീണം സഹകരിച്ച വികാരിയച്ഛന് നിങ്ങൾ ഓരോരുത്തരുടെയും പേരിൽ ഞാൻ നന്ദി അർപ്പിക്കുന്നു. വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഒരു അടിത്തറ ഭാഗി നമ്മളെ ഇത്രത്തോളം വളർത്തിയെടുത്ത നമ്മുടെ മുൻകാല അധ്യാപകർക്ക് നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിലുള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഇത്രയും നേരം ആവിയൊക്കെ എടുത്ത് ഇവിടെ ഇരുന്ന സഹിച്ചിരുന്ന നിങ്ങൾ മാതാപിതാക്കൾ